ബിഗ് ബോസ് ലൈവിൽ ഹൗസിലേക്ക് തിരിച്ചു വന്ന ശൈത്യ എല്ലാവർക്കും ഉള്ള ഡ്രസ്സുമായിട്ടാണ് വന്നത്. ശൈത്യ പറയുന്നുണ്ട്, എൻ്റെ മമ്മിയും ഡാഡിയും തന്നയച്ചാന്ന് പറഞ്ഞിട്ട് ആതിര നൂറയ്ക്ക് ആദ്യം കൊടുക്കുന്നു. അവരതെല്ലാം എടുത്ത് ചെക്ക് ചെയ്യുന്നു. എനിക്ക് പാകമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആതില. എന്നിട്ട് നൂറയുടേത് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നു. എന്നിട്ട് അനുമോളുടെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ശൈത്യ ഇങ്ങനെ കൊണ്ടുവരുവാണ്. അനുമോൾ ബെഡിൽ കിടപ്പുണ്ട്. അപ്പോൾ അനുമോൾക്ക് കൊണ്ടുവന്നിട്ട് പറയാണ്, ഇത് അമ്മ കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പോൾ അനുമോൾക്ക് വിശ്വാസം വരുന്നില്ല. എനിക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആടി, നിനക്ക് അമ്മ കൊടുത്ത് അയച്ചാന്ന് പറയുന്നുണ്ട്, നിനക്ക് തന്നെയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വരുന്നുണ്ട് ശൈത്യ. അനുമോൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം എല്ലാവർക്കും കൊണ്ടുവന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ശൈത്യ. എന്നിട്ട് നേരെ നമ്മുടെ അക്ബറിന് കൊടുക്കാനായിട്ട് 3 ടീഷർട്ടാണ് ശൈത്യ എടുത്തത്. ഒരുപോലുള്ള 3 കളറിൽ ടീഷർട്ടുകൾ. അത് കൊണ്ടുവന്നിട്ട് നമ്മുടെ അക്ബറിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ അത് വാങ്ങിക്കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ശൈത്യ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ സരിക കലാപവും പറയുന്നുണ്ട്, ഇത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല. 1ഉം 2ഉം ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ, ക്ഷമിച്ചേനെ. പക്ഷേ ഇത് 3 സഹിക്കാൻ പറ്റത്തില്ലടി എനിക്ക്. പുറത്ത് ഇവൾ കരയുകയും പിടിക്കുകയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ സമാധാനിപ്പിക്കാൻ വേണം. എന്നിട്ട് ഇവൾ ഡ്രസ്സ് ഇത്രയും ഇവർക്കെല്ലാം കൊണ്ടുവന്നെന്നും പറഞ്ഞ് സരിക കളിയാക്കുന്നുണ്ട്. അക്ബറാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അക്ബർ പറയുന്നുണ്ട്, താങ്ക് യു ഡി മുത്തേന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരെയും കൊണ്ടു കിടന്ന് അക്ബർ കാണിക്കുന്നുണ്ട്. താണ്ടെ എന്ത് നല്ല സെലക്ഷനാണെന്ന് നോക്കി, സൂപ്പർ കളറെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ടു കിടന്ന് കാണിക്കുന്നുണ്ട് അക്ബർ. അത് കഴിഞ്ഞപ്പോഴത്തേനും നിവിനുള്ളത് ശൈത്യ ഇങ്ങനെ ബാഗിൽ തിരയാണ്. അപ്പം ബിൻസി വന്നിട്ട് പറഞ്ഞു, ഈ കൊള്ളാടി ഞങ്ങൾക്കാർക്കും ഇല്ലയെന്നും പറഞ്ഞിട്ട് ബിൻസി വന്നിട്ട് ബാഗെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നെവിൻ എനിക്ക് എന്താ കൊണ്ടുവന്നതെന്ന് ചോദിച്ചുകൊണ്ട് കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പം നെവിനും അതുപോലെ തന്നെ 3 ടീഷർട്ട് ശൈത്യയുടെ മമ്മിയും ഡാഡിയും കൊടുത്തയച്ചിരുന്നു. അത് നെവിന് കൊടുക്കുന്നുണ്ട്. നെവിൻ അത് കിട്ടിക്കഴിയുമ്പോഴത്തേനും നെവിൻ പൊതുവേ ഉള്ള ഒരു ബഹളം വെപ്പുണ്ടല്ലോ, ഒരു അലച്ചുള്ളൊരു കരച്ചിൽ, ആ ഒരു അലപ്പും കരച്ചിലും ബിഗ് ബോസ് ഹൗസ് തന്നെ ഞെടുക്കുന്ന കണക്കുള്ള അലപ്പും ബഹളവുമാണ് അവിടെ കാണുന്നത്. പിന്നെ അങ്ങനെ എല്ലാവർക്കും കൊണ്ടുവന്നോന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഉള്ള ഡ്രസ്സുമായിട്ടാണ് ശൈത്യ വന്നതെന്ന് പറയുന്നുണ്ട്. മുൻഷി രഞ്ജിത്തിനോട് പറയുന്നുണ്ട്, ആതിരയും നൂറയും ഷർട്ട് മേടിച്ച് കൊടുക്കാമെന്ന്. അപ്പം മുൻഷി പറയുകയാണ്, അതിനകത്ത് പൂമ്പാറ്റെന്നൊന്നും എഴുതി വെക്കരുത്, ആതിരയും നൂറെന്നും എഴുതി വെച്ചാലും കുഴപ്പമില്ല, പൂമ്പാറ്റെന്ന് എഴുതി വെക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും എഴുതി വെക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശൈത്യയുടെ ഡ്രസ്സിൻ്റെ ബഹളമാണ് ലൈവിൽ നടക്കുന്നത്. മൊത്തത്തിലെല്ലാം വലിച്ച് വാരി ഇട്ടേക്കാണ്. എല്ലാവരുടെയും ഡ്രസ്സ് കൊടുക്കുന്ന തിരക്കിലാണ്. ലൈവ് ഇപ്പോൾ ഇച്ചിരി ഉഷാറായിട്ടുണ്ട്. തുടർന്നുള്ള ലൈവ് വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.